ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഈ ദിനത്തോടനുബന്ധിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നും കൂടെ, 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് നമ്മുടെ സൗദി അറേബ്യ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത്? പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ വേപ്പ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ്? ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് 1972 ജൂൺ 5 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? അതിൻ്റെ ആൻസർ ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ജൂലൈ മാസത്തിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇത് അധികം ചോദിക്കാറുണ്ട്, നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? അതിൻ്റെ ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അഥവാ UNEP കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നെയ്റോബിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാന UN സമ്മേളനം നടന്ന വർഷം അത് എവിടെ വെച്ചാണ് എന്നും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാന UN സമ്മേളനം നടന്ന വർഷം അത് എവിടെ വെച്ച്? ഉത്തരം 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എൻവയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇത് കുറച്ച് ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. നാഷണൽ എൻവയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതിൻ്റെ ആൻസർ നാഗ്പൂരാണ് കേട്ടോ, അഥവാ മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഉത്തരം 2023 സെപ്റ്റംബർ 28 ഇദ്ദേഹം അന്തരിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ MS സ്വാമിനാഥനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാര്? സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ സുന്ദർലാൽ ബഹുഗുണയാണ് സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചത് എന്നാണ്? സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചത് എന്നാണ്? 2021 മെയ് 21 സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? ഒന്നും കൂടെ, കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം പ്രൊഫസർ ജോൺ C ജേക്കബ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം,
പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ്? ഇത് അധിക പേർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ്? നമ്മുടെ വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിൻ്റെ ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഭൂപേന്ദർ യാദവ്. കണ്ടൽ ചെടികളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏത്? കണ്ടൽ ചെടികളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്ത ചോദ്യം, നോബൽ പുരസ്കാരം നേടിയ ആഫ്രിക്കൻ വംശജയായ പരിസ്ഥിതി പ്രവർത്തകയാര്? നോബൽ പുരസ്കാരം നേടിയ ആഫ്രിക്കൻ വംശജയായ പരിസ്ഥിതി പ്രവർത്തക, അവരുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം വങ്കാരി മാതായ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ദുചൂടൻ. ഒരു വട്ടം കൂടെ, കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ദുചൂടൻ ട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ പഠിച്ചിട്ട് പോകാം. ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.